Before we begin, please note that this video contains AI-generated visualizations, is strictly for educational purposes, and is not financial advice. ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വ്യത്യസ്തമായ കമ്പനിയാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. കമ്പനിയുടെ പേരാണ് മാർക്കോസ് ലിമിറ്റഡ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് റോബു എന്ന് വിളിക്കാം. റോബു എന്ന് വിളിക്കുന്നത് അവരുടെ ഒരു സൈറ്റിന്റെ പേരാണ്, robo.in. നമ്മൾ മാർക്കറ്റിൽ പലതരം കൊമേഴ്സ് കമ്പനികൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ് റീസെന്റ് മീഷോ, അതുപോലെ നൈക്കി ഉണ്ട്. പിന്നെ നമ്മുടെ മാർക്കറ്റിലെ ആമസോൺ നമുക്കറിയാം. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതൊക്കെ കൊമേഴ്സ് കമ്പനികളാണ്. അതുപോലെ ഒരു കമ്പനിയാണ് മാർക്കോസ് ലിമിറ്റഡ്. പക്ഷേ മാർക്കോസ് ലിമിറ്റഡ് വ്യത്യസ്തമാക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ നേരത്തെ കണ്ട കമ്പനികളെല്ലാം ഒരു B2C മോഡലാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ബിസിനസ് ടു കസ്റ്റമർ. നമ്മളെപ്പോലുള്ള സാധാരണക്കാര ആൾക്കാരാണ് അവരുടെ കസ്റ്റമേഴ്സ്. പക്ഷേ മാർക്കോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു B2B മോഡലും B2C മോഡലുകളാണ്, ഒരു ഹൈബ്രിഡ് മോഡലാണെന്ന് വേണമെങ്കിൽ പറയാം. B2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് ആണ്. അതായത് മറ്റ് പല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ബിസിനസ്സുകളുമാണ് ഇവിടെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത്. മറ്റു പല സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റീസ് ആവാം, സ്കൂൾസ് ആവാം, അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകളാവാം, മറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളാവാം. അപ്പോൾ അതാണ് B2Bയുടെ ഒരു പ്രത്യേകത. അപ്പം ഇത് എന്ത് പ്രൊഡക്റ്റാണ് വിൽക്കുന്നതാണ് നമുക്കറിയാനുള്ള ഒരു ആകാംക്ഷ കൂടി കാണും അല്ലേ? നമുക്കെല്ലാം who.in എന്ന വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ ഒരു പ്രൊഡക്റ്റ് മോഡൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തൊരു മോഡലാണ്, പക്ഷേ സ്റ്റിൽ ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് മോഡൽ കൂടിയാണ്. ഇപ്പോൾ വളർന്നു വരുന്ന AI ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന അതിന്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ റോബോട്ടിക്സ്, ഡ്രോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ ഉണ്ടാക്കാൻ ഇതിനൊക്കെ വേണ്ട ഹാർഡ്വെയറുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഓൺലൈൻ സ്റ്റോറാണ് പറയുന്നത്. കമ്പ്യൂട്ടറുകളിൽ മദർ ബോർഡ് മാതിരിയുള്ള കമ്പോണൻസ്, റോബോട്ടിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അതിനാവശ്യമായിട്ടുള്ള ആക്സസറീസ്, അതിന്റെ പ്രോസസ്സറുകൾ, അതിന്റെ മദർ ബോർഡ്സ്, അങ്ങനെയൊക്കെയുള്ള പല ഇലക്ട്രോണിക്സ് കമ്പോണൻസ് പാർട്സ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റോബോട്ടിക് പാർട്സ്, ഡ്രോൺ പാർട്സ്, ബൈക്ക് പാർട്സ്, വയർലെസ് ഐറ്റംസ്, 3D പ്രിന്റർ, 3D പാർട്സ്, DY ലേണിംഗ് കിറ്റ്സ്, ഡെവലപ്മെന്റ് ബോർഡ്സ്, റാസ്ബെറി PI, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പെരിഫറൽസ്, സെൻസേഴ്സ്, മോട്ടോഴ്സ്, മോട്ടോർ ഡ്രൈവ്സ്, പമ്പ്സ്, ബാറ്ററീസ് ആൻഡ് ചാർജസ്, ഇലക്ട്രോണിക്സ് മൊഡ്യൂൾസ്, ഡിസ്പ്ലേസ്, ഇതെല്ലാം അതിനകത്ത് വരുന്നത്. മോട്ടോർസ് ഒക്കെ മോട്ടോർ വെച്ച് ഡ്രിവൺ ചെയ്തിട്ടാണ് റോബോട്ടിക്സിലൊക്കെ മൂവ്മെന്റ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മോട്ടോർസ്, പിന്നെ അതിന്റെ ചാർജ് ചെയ്യുന്ന ബാറ്ററീസ്, ചാർജ് സ്റ്റോർ ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഓൾമോസ്റ്റ് റോബോട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അതിന്റെ ഹാർഡ്വെയർ പാർട്സുകളാണ്, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയർസ് ആണ്. അപ്പം ഇങ്ങനെ വിൽക്കുന്ന ഒരു കമ്പനി ഓൺലൈനിൽ ഉണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിലും സാധനങ്ങൾ ഓൺലൈനിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. ഇതിന്റെ B2B മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ്, റിസർച്ച് സെന്റേഴ്സ്, അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടാക്കുന്ന മറ്റ് ഹാർഡ്വെയർസ് ഉണ്ടാക്കുന്ന, റോബോട്ടിക്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ഡ്രോൺസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇതുപോലെ ചെറിയ ചെറിയ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന മറ്റ് കമ്പനികൾ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇവിടെ കസ്റ്റമേഴ്സ് വരാൻ പ്രോബിലിറ്റി ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഈ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത് 2014 ഇപ്പോൾ കറന്റ്ലി അവർക്ക് 1 lakh SKUs ഉണ്ട്. സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സ് ആണ്. എത്രത്തോളം സ്റ്റോക്ക് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ക്വാണ്ടിറ്റി ആണ്. ഏകദേശം 150 പരം ബ്രാൻഡുകളുടെ 210 വെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള സ്റ്റോക്കുകൾ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 50,000 സ്ക്വയർ ഫീറ്റ് വെയർ ഹൗസ് ഉണ്ട്. ഡെലിവറി കൂടുതൽ ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. ക്വിക്ക് ഓർഡർ ക്ലോസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഓൺലൈനിലൊക്കെ നമുക്കറിയാം പേയ്മെന്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയില്ല. കൂടുതൽ പേയ്മെന്റ്സും ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ ഓൺ ഓർഡറിംഗ് തന്നെ ഓൺലൈൻ പേയ്മെന്റ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസും വരാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ഹ്യൂജ് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഓഫ്ലൈൻ പർച്ചേസ് വരുവാണെങ്കിൽ മാത്രമേ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് മറ്റും കൊടുക്കാനുള്ള ഒരു പ്രോബിലിറ്റി ഉള്ളൂ. നമ്മളിപ്പോഴത്തെ എമർജിംഗ് മാർക്കറ്റിൽ ഈ ബിസിനസ് മോഡൽ ഒരു സ്കെയിലബിൾ ആണ്, ഓൺലൈൻ ആണ്, ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റിക്വയർമെന്റ്സ് കൂടാറുണ്ട്, കസ്റ്റമേഴ്സ് കൂടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു സ്കെയിലബിൾ മോഡലാണ്. ഇതിന്റെ റേഞ്ച് ഉദ്ദേശിക്കുന്നതിലും അപ്പുറം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കമ്പനിയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ 2014 സ്റ്റാർട്ട് ചെയ്ത് 2019 തൊട്ടാണ് പാർട്സുകൾ വിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ 2024 ആയപ്പോഴത്തേക്ക് അവർക്ക് സ്വന്തമായിട്ട് ഒരു R&D ടീമും ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്സും ഒക്കെ അവർ സെറ്റപ്പ് ചെയ്തു. 2025 അവർ സ്വന്തമായിട്ട് വെയർഹൗസുകൾ ക്യൂർ ചെയ്തു, ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ഓൺ കോൺട്രാക്റ്റുമായിട്ട് 250+ പ്രൊഡക്ട്സുകൾ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കമ്പനി സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ 2019 തൊട്ട് ഒരു എക്സ്പോണൻഷ്യൽ മോഡലിലുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത്സ് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അണിയറയിലുള്ള ആൾക്കാരാണിത്. അവരുടെ ഒരു ബ്രെയിനിൽ വന്ന ഒരു കൺസെപ്റ്റാണ്. എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ഓൾമോസ്റ്റ് എഞ്ചിനീയറിംഗ് ടെക്നോളജി തന്നെയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടിയ ഒരു ഐഡിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒരു 25-26 ഒരു കസ്റ്റമർ എൻഗേജ്മെന്റിന്റെ ഒരു ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഓർഡേഴ്സ് സെർവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 24-25 3,96,000 ഓർഡേഴ്സ് ആണെങ്കിൽ അത് 25-26 5 ലാഖിന് അടുത്ത് വന്നിട്ടുണ്ട്. ടോട്ടൽ SKUs ലാസ്റ്റ് ഇയർ 71,000 ആണെങ്കിൽ ഇപ്പോൾ 1 ലാഖിന് മുകളിൽ SKUs ഉണ്ട്. ഇപ്പോൾ ഓർഡർ വാല്യൂസ് ആണെങ്കിൽ ലാസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് ഈ വർഷം കൂടിയിട്ടുണ്ട്. നമ്പർ ഓഫ് ഓർഡേഴ്സ് സെർവ്ഡ് നോക്കുകയാണെങ്കിൽ 25-നെ അപേക്ഷിച്ച് 25-26 നല്ല രീതിയിൽ ഓർഡേഴ്സ് കൂടിയിട്ടുണ്ട്. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 1,85,000 ആണെങ്കിലും നമ്പർ ഓഫ് ഓർഡേഴ്സ് സേവ് ചെയ്ത് 5,05,000 മുകളിൽ ഓർഡേഴ്സ് അവർ സെർവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, കമ്പനി അവരുടെ കയ്യിലുള്ള ഒരു ഡ്രോബാക്ക് അല്ല, അവർക്കുള്ള ബിസിനസ്സിലുള്ള ഡ്രോബാക്ക് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നോൺ മൂവിങ് ഇൻവെന്ററി, അതായത് ഡെഡ് സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്ലോ മൂവിങ് സ്റ്റോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി അവർക്ക് 26 കുറച്ച് കൂടിയിട്ടുണ്ട്, 6.21. ഓഫ് കോഴ്സ് അവരുടെ ഇൻവെന്ററി കപ്പാസിറ്റി SKUs കൂടിയപ്പോൾ അതിന്റെ ഒരു പെർസെന്റേജ് സ്ലോ മൂവിങ് ഐറ്റംസ് ആണ്, കമ്പയർ ടു 2.64% മാർച്ച് 25.
അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മെറ്റീരിയലൊക്കെ ഒരു 9 മാസത്തിൽ കൂടുതൽ വന്ന് സ്റ്റോക്കിൽ നിൽക്കുന്ന മെറ്റീരിയൽസിനാണ് അവർ നോൺ മൂവിംഗ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ലോ മൂവിംഗ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും നശിച്ചു പോകുന്ന ഐറ്റംസ് അല്ല. നിങ്ങൾക്കറിയാം ഇതിനൊന്നും എക്സ്പയറി ഡേറ്റുകളില്ല. പക്ഷേ ടെക്നോളജി മാറുന്നതനുസരിച്ച് അതിന്റെ ഒരു മോഡൽസ് ചേഞ്ച് ആവാം, അപ്ഗ്രേഡ്സ് വരാം. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളുള്ളൂ. അല്ലാതെ ഇതൊരു എക്സ്പയറി ഉള്ള ഐറ്റംസ് അല്ല. ഇത് അവർക്ക് ഇത് ഓഫേഴ്സ് വഴിയും മറ്റ് ഡിസ്കൗണ്ടഡും അല്ലെങ്കിൽ മറ്റ് രീതികളിലൊക്കെ മോഡിഫൈ ചെയ്തും, അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്തിട്ട് മാനുഫാക്ചേഴ്സിനെ റിട്ടേൺ ചെയ്തിട്ട് അത് റീപ്രോഗ്രാം ചെയ്ത് റീഡെവലപ്പ് ചെയ്തിട്ട് വീണ്ടും വിൽക്കാവുന്ന ഐറ്റംസ് ആണ്. പക്ഷേ അത് കറന്റ് ഇപ്പോൾ അതൊരു സ്ലോ മൂവിംഗ് ആയിട്ടാണ് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മളെന്തുകൊണ്ടാണ് ഈ കമ്പനി ആകർഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ വരുമാനം വളർച്ച 3 വർഷത്തെ CAGR നോക്കുകയാണെങ്കിൽ 53%, ആൾക്കാരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നു, ബിസിനസ് വളരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം ഇതിനാണ് നമ്മളെ ഇതിനകത്ത് കൂടുതലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഇനി അവരുടെ ഒരു ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇയർ 20ൽ 16.22 ആയിരുന്നെങ്കിൽ 22.55 നമ്മൾ ഓൾറെഡി ചാർട്ടിൽ കണ്ടതാണ്. 26 ആയപ്പോഴത്തേക്ക് അത് 311.74 കോടിക്ക് അടുത്ത് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് സ്റ്റോറിയാണ്. പിന്നെ ഇതിന്റെ ഒരു ROCയും ROE ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്കോർ ഉണ്ട്. അതിന്റെ ഒരു മാക്സിമത്തിലാണ് ഇത് നിൽക്കുന്നത്. മാർജിൻസ് നോക്കുകയാണെങ്കിൽ 8.23 ആണ് എബിറ്റ മാർജിൻ. പാറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ 8.22% തന്നെ ഉണ്ട്. മാനേജ്മെന്റ് നല്ല രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു റവന്യൂ മോഡൽ നോക്കുകയാണെങ്കിൽ അവിടെ ഇ-കൊമേഴ്സ് മാത്രമല്ല, അത് കൂടാതെ തന്നെ അവർക്ക് സ്വന്തമായി R&D അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ R&Dയിലൂടെ അവർ പുതിയ പ്രോഡക്റ്റുകൾ, അതായത് ഓൺ പ്രോഡക്റ്റുകൾ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പ്രോഡക്റ്റുകൾ അവർക്ക് കൂടുതൽ മാർജിൻ കിട്ടാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒന്ന് മറ്റ് ബ്രാൻഡുകളുടെ വിതരണം, പിന്നെ സ്വന്തമായി ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നത്, സ്വന്തമായിട്ടൊരു ഡ്രോൺ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഗവൺമെന്റിനും ഡിഫൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സിംപ്ലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ അവർ ചില പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഡ്രോൺ ബ്രാൻഡൊക്കെ VCI, ECMEC, ProRange, സിംപ്ലി, സ്മാരൽ എന്നീ ബ്രാൻഡുകളാണ് അവരിപ്പോൾ കറന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ B2B കൂടാതെ തന്നെ അവർക്ക് അവരുടേതായ ഓൺ പ്രോഡക്റ്റുകൾ കൂടെ ഉണ്ട്. അപ്പോൾ രണ്ട് മാർഗത്തിലുള്ള റവന്യൂ വരുന്നുണ്ട്. ഭാവിയിലേക്ക് അവർ പുതിയ പ്രോജക്റ്റുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇതിന്റെ ഫണ്ടമെന്റൽ ഒന്ന് ഓടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഫണ്ടമെന്റലി സ്റ്റോക്ക് നല്ല ഒരു വാല്യൂലാണ് നിൽക്കുന്നത്. PE കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. എന്നാലും ROE, ROC ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് വാല്യൂ 10 ആണ്. സ്റ്റോക്ക് ഇതുവരെ സ്പ്ലിറ്റ് ആയിട്ടില്ല. ഭാവിയിൽ സ്പ്ലിറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ബുക്ക് വാല്യൂ 92.6. ബുക്ക് വാല്യൂ ഒരുപാട് അകലെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇൻട്രൻസിക് വാല്യൂ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ വാല്യൂ മാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൻസിക് വാല്യൂ ആണ്. അപ്പോൾ സ്റ്റോക്ക് അനലിസ്റ്റുകൾ പറയുന്നത് ഈ ഒരു വാല്യൂയിൽ പോലും സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെയർ വാല്യൂഷനിലാണ് നിൽക്കുന്നതെന്നാണ്. മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഡെപ്റ്റ് ടു ഇക്വിറ്റി നോക്കുമ്പോഴും 0.37 ലെസ് ദാൻ 0.5 താഴെയാണ്. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, അധികം കടങ്ങളൊന്നും ഇല്ലാത്ത കമ്പനിയാണ്. കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ബിസിനസ് നമ്മൾ കണ്ടു. ഇതിന്റെ നമ്മൾ പറഞ്ഞ ഇതിന്റെ പിയർ കമ്പാരിസണിൽ വന്നേക്കുന്ന മീഷോ, FSN, ഇത് സ്വിഗ്ഗി, ഇതൊക്കെ ഓൺലൈൻ ഇ-കൊമേഴ്സ് കമ്പനികളാണെങ്കിലും, ഈ കാർ ട്രേഡ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇവരുടെ ബിസിനസ് പ്രൊഡക്റ്റുകളുമായിട്ട് യാതൊരു മാച്ചിങ് ഇല്ലാത്ത കമ്പനികളാണ്. ഇ-കൊമേഴ്സ് എന്നുള്ള ഒരു ഇതുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു ഇൻഡസ്ട്രി PE തന്നെ 37 ആണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ. ഈ സെക്ടറിലുള്ള സൊമാറ്റോ, സ്വിഗ്ഗി എല്ലാം നോക്കുകയാണെങ്കിൽ ഓവർ വാല്യൂഡ് ആണ്, നമുക്കറിയാം. അപ്പം ഈ ഒരു ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ എന്തായാലും ഇത് കൂടി തന്നെ വരും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഏകദേശം 12 കമ്പനികളുടെ അടുത്താണ് ഇത് ആവറേജ് സ്ഥിതി വന്നിരിക്കുന്നത്. ബാക്കി ബിസിനസിന്റെ പെർഫോമൻസ് നോക്കി നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ റിസൾട്ടുകൾ നമ്മൾ കണ്ടു. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നല്ലൊരു മൂവ്മെന്റ് ഉണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 73% ഉണ്ടായിരുന്നു, 69 ആയി. അവർ പുതിയ വെയർ ഹൗസ് ഒക്കെ വാങ്ങിയപ്പോഴായിരിക്കും അവർ കുറച്ച് സ്റ്റോക്ക് ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 69 ആയി. ഇപ്പോൾ 69 കഴിഞ്ഞ 2 വർഷമായിട്ട് അത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. FISും DISും ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പബ്ലിക് വളരെ കുറവാണ്. ഇത്തരമാണ് നമുക്ക് ഫണ്ടമെന്റലി നോക്കാനുള്ളത്. ഇനി നമ്മൾ ടെക്നിക്കലി ഒന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്തു നോക്കാം. സ്റ്റോക്ക് ഏകദേശം മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത് മാർച്ചിലാണ്, മാർച്ച് 2023-ലാണ്. 3 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. 3 വർഷത്തിനിടയ്ക്ക് സ്റ്റോക്കിന്റെ ഒരു മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 114 ആയിരുന്നു ലോ. ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത് 1114. അതായത് ഏകദേശം 10 ഇരട്ടി സ്റ്റോക്ക് മൂവ് ചെയ്തു. പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 1120% എന്നൊക്കെ വേണമെങ്കിൽ 1100% എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും പോയിന്റ് സ്റ്റോക്ക് മൂവ് ചെയ്തു. സ്റ്റോക്ക് കഴിഞ്ഞ ജാനുവരി 25-ന് ഡിസംബർ ജാനുവരിയിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് ഒരു റിക്കവറി മോഡലാണ്. ഈ ഇങ്ങനെ പാറ്റേൺ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പ്രോബിലിറ്റി മാത്രമാണ്. അങ്ങനെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് തിരികെ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു കപ്പിന്റെ ഡെപ്ത് നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം, ടാർഗറ്റ് ആയിട്ട്. അപ്പം മറ്റു പല പാറ്റേൺസും വർക്കാവും. ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇപ്പോൾ ട്രെൻഡ് ലൈൻ പുറത്താണെങ്കിൽ പിന്നീട് ഈ ട്രെൻഡ് ലൈനിലേക്ക് വന്ന് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. വീക്കിലി നോക്കുകയാണെങ്കിലും വീക്കിലി ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ മന്ത്ലി ട്രെൻഡ് ലൈൻ വരച്ചാൽ സ്റ്റോക്ക് ഇപ്പോഴും ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്.
അപ്പോൾ ഇതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യവും നമ്മുടെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഒക്കെ വെച്ചിട്ട് സ്റ്റോക്ക് നല്ല രീതിയിൽ പോകാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. നമുക്ക് കണ്ടതാണ് ഡിക്സന്റെ ഒരു ഗ്രോത്ത്. ഡിക്സൺ ഇതുപോലെ 300, 400 നിന്ന് 15,000 വരെയൊക്കെ പോയി നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പോകാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കാണ്. ചെറിയ ക്വാണ്ടിറ്റിയിൽ അക്യുമുലേറ്റ് ചെയ്ത് ലോങ് ടൈമിലേക്ക് വാങ്ങി സൂക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്.